ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റുകൾക്ക് വളരെ പ്രാതിനിധ്യം കൊടുക്കുന്നവരാണ്. എല്ലാവരും ചോദിക്കും, പ്രേതത്തെ കണ്ടിട്ടുണ്ടോ, പ്രേതത്തോട് സംസാരിച്ചിട്ടുണ്ടോ, പ്രേതം എങ്ങനെയാണ് സംസാരിക്കുന്നത്? എല്ലാവരും പറയും വോക്കൽ കോഡ് നമുക്ക് ആവശ്യമാണ്, പ്രേതത്തിന് സംസാരിക്കാൻ വോക്കൽ കോഡ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചെവിയിലുണ്ടാകുന്ന വൈബ്രേഷൻസാണ്, വ്യത്യസ്ത ആവൃത്തിയിലുള്ള ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻസാണ് നമുക്ക് ഓഡിയോകളായി ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമായി തീരുന്നത്. അപ്പോൾ ഈ വൈബ്രേഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ നമ്മുടെ എല്ലാം ചെവിയിൽ ചില അമാനുഷിക ശബ്ദങ്ങൾ കേട്ടതായി തോന്നാം, അല്ലേ? നമ്മുടെ തലച്ചോറ് ഇൻഡ്യൂഷൻസ് ജനറേറ്റ് ചെയ്യും. ഇന്ന് ഞങ്ങൾ ഒരു വീട്ടിൽ പോയ ഒരു അവസ്ഥയാണ് പറയാൻ പോകുന്നത്. ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കൂടോത്രം എന്ന് പറഞ്ഞ സാധനങ്ങളിൽ നമുക്ക് ഒത്തിരി വിശ്വാസമുള്ള ആൾക്കാരാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൂടോത്ര കഥ തന്നെ ആയിക്കോട്ടെ. ഞങ്ങളുടെ വളരെ നിയറസ്റ്റായിട്ട് നടന്ന ഒരു വിഷയമാണ്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു പാവപ്പെട്ട, കഷ്ടപ്പെട്ട് ജീവിച്ച് അത്യാവശ്യം സാമ്പത്തികമായെല്ലാം കയറി വന്ന ഒരു വീട്ടുകാർ അല്പം സ്ഥലം വാങ്ങി നല്ലൊരു വീടെല്ലാം പണിത് അവർ താമസിക്കുവാൻ തുടങ്ങി. അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആർക്കും ഒരു മനുഷ്യൻ എന്നാ ഉണ്ട് വിശേഷം, സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കില്ല, അല്ലേ? നമ്മൾ ഉള്ളുകൊണ്ടെന്തെങ്കിലും ചിന്തിക്കാറുണ്ട്. ഇവന് മാത്രം ഒരു കുഴപ്പമില്ല, എന്ത് ചെയ്താലും ഇവൻ രക്ഷപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളും നല്ല പദ്ധതികളും ഒരിക്കലും പുറത്തു പറയാതിരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം നടക്കാനുള്ള സാധ്യത ഒരു 99% കുറവായിരിക്കും. അങ്ങനൊരു പ്രശ്നം മനുഷ്യർക്കെല്ലാം ഉണ്ട്. എല്ലാവരും നന്നായിരിക്കുന്നത് മനുഷ്യന് പിടിക്കില്ല. അങ്ങനെ ഇവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം രാത്രി ഇവരെല്ലാം നോക്കിയിരിക്കുമ്പോൾ ഒരു പെൺകുഞ്ഞ് പോലത്തെ ഒരു പെൺകുഞ്ഞിൻ്റെ കരച്ചിൽ അവരുടെ വീട്ടിൽ നിന്ന് കേൾക്കാനായിട്ട് തുടങ്ങി. രാത്രി കാലങ്ങളിൽ ഇവർ ആദ്യം വിചാരിച്ച് വല്ല റിംഗ് ടോണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വീട്ടിന് ചുറ്റുവട്ടമൊക്കെ മറ്റു വീടുകളുണ്ടല്ലോ, അപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കാമെന്ന് ഇവർ കരുതി. പിന്നെ ചില പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ ഈ നമ്മുടെ ഈ മുടി കരിയുന്ന മണവും, അപൂർവം ചില നിമിഷങ്ങളിൽ ഈ വീട്ടിൽ ഒരു സ്മെല്ലുണ്ടാകും. അത്ര സ്മെല്ലെല്ലാം ആ വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പം അതൊക്കെ വളരെ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ വീട്ടിൽ അല്പ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. തൊടുന്നതിനും പിടിക്കുന്നതിനും അടിയും ബഹളവും ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഇതിനിടയ്ക്ക് ഇവർക്കൊരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സന്തോഷമായിരുന്ന ഇടത്തേക്ക് പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ കാരണവന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവർ പോയിട്ട് ഇത്തരം വിഷയങ്ങളെപ്പറ്റി ജ്യോതിഷം പറയുന്ന ആളുകളെ ചെന്ന് കണ്ടു. അവർ പറഞ്ഞു, ആ ഇളയ കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരു മരിച്ച പ്രേതാത്മാവ്, ഒരു പെൺകുട്ടിയുടെ ആത്മാവ് കടന്നിട്ടുണ്ട്, അതാണ് ഈ വീട്ടിൽ ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഈ കുട്ടി മരിച്ചത് കുറേ ദൂരം എവിടെയോ, അവിടെ നിന്ന് മന്ത്രം ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളെ കുടുംബത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ കുഞ്ഞ് ശരീരത്തിലേക്ക് കയറ്റി വിട്ടതാണ് എന്നെല്ലാം പറയുകയും ചെയ്തു. പിന്നെ പറയണോ പുകിൽ, അവർ ചിന്തിക്കാൻ തുടങ്ങി ഇത് ആരായിരിക്കും, എന്തായിരിക്കും. അപ്പോൾ അത് ഈ ജ്യോതിഷനോട് ചോദിച്ചപ്പോൾ ജ്യോതിഷൻ കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞു. ഒരു മെലിഞ്ഞ് കുറുകി അങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ വീട്ടുകാരെന്ത് ചെയ്തെന്നോ, കുറേ പേരെ ഇവരുമായിട്ട് അടുത്ത് ഇവരുമായിട്ട് സഹകരിക്കാതായ മെലിഞ്ഞ് കുറുകിയും വണ്ണമില്ലാണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് സങ്കല്പിക്കാൻ തുടങ്ങി. ഇവരുടെ ഉള്ളിൽ ഇവരെല്ലാം ശത്രുക്കളായി മാറി. ഇവർ വന്ന് ഇവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഈ കുഞ്ഞാണ് എന്നുള്ള ചിന്ത ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ കുറേ പൂജകളും കുറേ കാര്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തി. എന്നിട്ടൊന്നും ഈ വീട്ടിലെ പ്രശ്നത്തിന് കുറവൊന്നും ഉണ്ടായില്ല. ഈ വീട്ടിൽ ഈ പ്രോബ്ലമായിട്ട് തന്നെ നിലനിന്നു. പിന്നെ ഈ വീട്ടുകാരെല്ലാം രാത്രി അവരുടെ വീടിന് ചുറ്റും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഒരു കുഞ്ഞു പോലൊരു സാധനം, നമുക്ക് കുഞ്ഞെന്ന് തന്നെ പറയാം, ഒരു പ്രേതാത്മാവിനെ ഇവരെല്ലാം കാണാൻ തുടങ്ങി. പെട്ടെന്ന് തിരിയുമ്പോൾ നമ്മുടെ ഇടതുവശത്തായിട്ട് ഒരു നിഴലെല്ലാം എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ആ വീട്ടിലുള്ളവർ ഇവരുടെ ഇടയിൽ ഈ കുഞ്ഞിനോടുള്ള ഒരു ഇഷ്ടക്കേട് വളരെ കൂടി വന്നു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കുഞ്ഞിന് ഭക്ഷണം പോലും കൊടുക്കാൻ അവർക്ക് മടി തുടങ്ങി. എങ്കിലും കുഞ്ഞല്ലേ, അവരുടെ കുഞ്ഞല്ലേ, അവരെ രക്ഷിക്കണമല്ലോ. അങ്ങനെ പല പ്രാർത്ഥനകളും പല കാര്യങ്ങളും ചെയ്ത് അവർ വളരെ ഒരുവിധം പിടിച്ചു കയറി വന്നപ്പോഴാണ് പിന്നെയും ഈ പ്രശ്നം സീരിയസ് ആവാൻ തുടങ്ങി. അവരുടെ തൊഴിൽ സ്ഥലങ്ങളിലും എല്ലാം
ഈ ഒരു വിഷയം, ഇവർക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാരുമായി പെട്ടെന്ന് വഴക്കുണ്ടാകുക, പിണങ്ങുക. അപ്പോൾ ചെന്ന് പിന്നെയും കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പം വേറൊരു ആത്മാവിനെ കൂടി ആരോ അയച്ചിട്ടുണ്ട്, അതും കൂടി ചേർന്ന് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചെയ്തു. ഇവർക്കൊരു നല്ലൊരു ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അയച്ചതിങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് വന്നത്. അങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബിസിനസ്സൊക്കെ ശ്രദ്ധിക്കാതെ അതൊക്കെ തകരാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ ഈ എല്ലാവരും പ്രതീക്ഷയോടെ രാവിലെ എഴുന്നേറ്റ് വരുമ്പം കേൾക്കുന്നത് ഈ കുടുംബം കൂട്ടമായി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അപ്പോൾ ഇവരുടെ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവർ കാണാൻ പോയ ജ്യോതിഷൻ ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ദേശത്ത് നിന്ന് മാറി താമസിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇവർ കുടുംബമായി ആത്മഹത്യ ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ അമ്മയോട് ഈ ജ്യോതിഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ആ വീട്ടിൽ പലരും വന്ന് താമസിച്ചു. താമസിച്ച കുടുംബങ്ങളിൽ ഞങ്ങൾക്കറിയാവുന്ന 1-2 പേര് പല കുടുംബങ്ങളിൽ നിന്ന് പലവിധ അപകട മരണങ്ങളിൽ പെടുകയും പലവിധമായ രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്ന് വലിയ സമ്പന്നന്മാർ വന്ന് താമസിച്ചിട്ട് പോലും പടയേ എന്ന് പറഞ്ഞ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് കടക്കണിയിൽ വീണ് തകർന്നു പോകുന്ന നിലകളിലേക്ക് മാറുവാനിടയായി. ഇന്നും ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രേതാലയം പോലെ ഈ വീട് പൂട്ടിക്കിടപ്പുണ്ട്. ഇന്നും നാട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില രാത്രികളിൽ, മഴ പെയ്യുന്ന രാത്രികളിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സിറ്റ് ഔട്ടിൽ ഒരു കുഞ്ഞു കുട്ടി ഇരുന്ന് കളിക്കുന്ന കാണാമെന്ന് പറയും.